ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട വെല്ലുവിളി നിറഞ്ഞ ഘട്ടം ഏതെന്ന് ചോദിച്ചാൽ കൗമാരപ്രായമാണ്. അവരെ വളർത്തുന്നത് വളരെ പ്രയാസമായ ഒരു കാര്യമാണ്. മാതാപിതാക്കൾ പറയുന്നത് അവർക്ക് മനസ്സിലാകില്ല, അവർ പറയുന്നത് മാതാപിതാക്കൾക്ക് മനസ്സിലാകില്ല. മാതാപിതാക്കൾ തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തങ്ങളിൽ നിന്നും എടുത്തു കളയുകയാണ് എന്നൊരു ദേഷ്യം അവർക്ക് മാതാപിതാക്കളോട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അവരെന്തായിരിക്കും ചിന്തിക്കുക? മക്കൾ തെറ്റായ വഴിയിൽ പോകരുത് എന്നതിന് വേണ്ടി അവരെ പിടിച്ചു വെക്കും. രാത്രി 7 മണിക്ക് മുൻപ് വീട്ടിൽ വരണം, ഒരുപാട് സമയം ഫോണിൽ സംസാരിക്കരുത്, കൂട്ടുകാരുമായി പുറത്ത് കറങ്ങാൻ പോകരുത്, ഇങ്ങനെയൊക്കെ പറയും. ഇത് കാരണം ഒരുപാട് മാതാപിതാക്കൾക്ക് ഒരു കുഴപ്പമുണ്ടായിരിക്കും. നമ്മൾ ഇങ്ങനെ പെരുമാറുന്നത് ശരിയാണോ ഇല്ലയോ? ഇനി ഇവരെ ഫ്രീ ആയി വിടുകയാണെങ്കിൽ അവർ എന്തായിരിക്കും ചെയ്യുക? അവർ കൂട്ടുകാരുമായി അലഞ്ഞു തിരിഞ്ഞ് മോശമായി പോകാനുള്ള ഒരു ഭയം മാതാപിതാക്കൾക്ക് ഉണ്ടാകും. അത് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും. മൊത്തത്തിൽ മാതാപിതാക്കൾക്ക് വലിയൊരു പ്രയാസകരമായ ഘട്ടമാണ് ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തുക എന്നുള്ളത്. ഒരു കൗമാരപ്രായത്തിലുള്ള മക്കളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ കേസിലൂടെ പഠിക്കാൻ പോവുകയാണ്. 1975 വർഷം അമേരിക്കൻ ജയിലിൽ ഒരു സ്ത്രീക്ക് മയക്കുമരുന്ന് കടത്തിയതിന്റെ പേരിൽ അവൾക്ക് ജയിൽ ശിക്ഷ നൽകുന്നു. അങ്ങനെ ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് ആ സ്ത്രീ ഗർഭിണിയായിരുന്നു. ജയിലിൽ തന്നെ അവളുടെ ഗർഭകാലം തള്ളി നീക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ജയിലിൽ വെച്ച് തന്നെ ഒരു മനോഹരമായ പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു. അവൾക്ക് നിക്കി വൈറ്റ്ഹെഡ് എന്ന പേരും കൊടുത്തു. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരു കുഞ്ഞ് ജയിലിലാണ് ജനിച്ചത്. അപ്പോൾ കുഞ്ഞിന്റെ ജീവിതം, വളർത്തുന്ന രീതി, മാനസികാവസ്ഥ ഇതെല്ലാം എങ്ങനെയായിരിക്കും? ഇപ്പോ ആ ജയിലിൽ വെച്ച് കുഞ്ഞിനെ വളർത്തുന്നത് പ്രയാസമായതിനാൽ നിക്കി ചെയ്തത് അവളുടെ അമ്മയുടെ കയ്യിൽ ഈ കുഞ്ഞിനെ കൊടുക്കുന്നു. ഇപ്പൊ നിക്കി തന്റെ മുത്തശ്ശിയുടെ പക്കൽ വളരുന്നു. മകൾ ജയിലിലല്ലേ, പേരക്കുട്ടിയെ നമ്മൾ വളർത്തുന്നു, അവൾ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കട്ടെ എന്ന് കരുതി നിക്കി എന്ന കുഞ്ഞിനെ അളവിൽ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തുന്നു. നിക്കിയും വളർന്ന് കൗമാരപ്രായത്തിലെത്തി. എപ്പോഴും സംഭവിക്കുന്നത് പോലെ ലേറ്റായി വീട്ടിലേക്ക് വരിക, ഫ്രണ്ട്സുമായി ബാറിൽ പോവുക, ബോയ് ഫ്രണ്ട്സുമായി കറങ്ങുക, ഇങ്ങനെ ജീവിതം വളരെ ആസ്വദിക്കുന്ന സമയത്ത് അവൾക്ക് 17 വയസ്സുള്ളപ്പോൾ അവൾ ഗർഭിണിയാകുന്നു. ആ ഒരു കുഞ്ഞിനെ കളയണോ വേണ്ടയോ എന്ന് ചിന്തിക്കുമ്പോൾ ശരി, എന്തായാലും കുഞ്ഞിനെ പ്രസവിക്കാം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ നിക്കിക്ക് 2 പെൺകുഞ്ഞുങ്ങൾ ജനിച്ചു. ആ 2 കുഞ്ഞുങ്ങൾക്കും ടോസ്, ജാസ് എന്ന പേര് കൊടുത്തു. അതുപോലെയാണ് നിക്കിയും ചിന്തിച്ചത്. ഒരു പക്ഷേ താൻ തന്റെ അമ്മയുടെ ഒപ്പം വളർന്നുവെന്നുണ്ടെങ്കിൽ തന്നെ നന്നായി വളർത്തുമായിരുന്നു. താൻ ഇത്ര തെറ്റായ പാതയിൽ പോയിട്ടുണ്ടാകില്ല. മുത്തശ്ശിയുടെ പക്കലായതുകൊണ്ട് തനിക്ക് സ്വാതന്ത്ര്യം ഒരുപാട് കിട്ടി. അതുകൊണ്ടാണ് താൻ ഇത്ര തെറ്റായ രീതിയിൽ പോയത് എന്ന രീതിയിൽ അവൾക്ക് തോന്നാൻ തുടങ്ങി. ഇങ്ങനെ ഒരു സംഭവം തന്റെ 2 മക്കൾക്കും നടക്കാൻ പാടില്ല എന്നതിനു വേണ്ടി നിക്കി വളരെ കഠിനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി.